മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിലാപത്തിൻ്റെ പുസ്തകം 3:22 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നമുക്ക് ഈ പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് ദൈവത്തോട് നന്ദി പറയാൻ വാക്കുകളില്ല. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ദൈവത്തിൻ്റെ പുത്തൻ സ്നേഹ അനുഭവമായി ഈ ഒരു പ്രഭാതം നമുക്ക് വെച്ച് നീട്ടിയിരിക്കുകയാണ്. ഈ ഒരു പ്രഭാതം ദൈവത്തോടു കൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ആരംഭിച്ച് ദൈവത്തോടു കൂടെ പൂർത്തിയാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ഏറ്റവും വലിയ ദാനം നമ്മുടെ ആയുസ് അല്പം കൂടി നീട്ടി തന്നിരിക്കുന്നു. നമ്മിൽ ദൈവം പ്രത്യാശ വെച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. നമുക്ക് നന്ദിയോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് എല്ലാ പാപികൾക്കും വേണ്ടി നമുക്ക് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്തതുപോലെ നാം ഓരോരുത്തരും നമ്മിലൂടെ യേശുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയത്തക്ക വിധം ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ സന്ദേശം നമുക്ക് ദൈവം നൽകുന്നത് സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്കൊരുക്കാം. നമുക്കൊന്ന് ചെറിയ പ്രാർത്ഥനയോടുകൂടി. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം തന്നെയായ യേശുവിനെ ഞങ്ങളിൽ മാംസം ധരിക്കുവാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലുകളെ അവിടുന്ന് ഒരുക്കണമേ. വചനം സ്വീകരിക്കുന്നതിന് ഞങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അയക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും കുറവുകളെ തിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലുവാനും ദൈവത്തോടു കൂടെ ഈ ഒരു ദിവസം ആരംഭിച്ച് ദൈവത്തോടു കൂടെ പൂർത്തിയാക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ വലിയ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനും കഴിയുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ. ഈ
വചനം സ്വീകരിക്കുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. പ്രിയമുള്ളവരെ, ഒരു വിധവ തൻ്റെ ഒരേ ഒരു മകൻ, ഏക മകൻ, ആ മകനും വിട്ടുപോയപ്പോൾ, മരണമടഞ്ഞപ്പോൾ സകല ആശകളും പ്രതീക്ഷകളും നശിച്ചുപോയ, ഇനി ആരും തനിക്ക് തുണയില്ല എന്ന വലിയ സങ്കടത്തോടെ ആ മകൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ യാത്രയിൽ, സിമിത്തേരിയിലേക്കുള്ള യാത്രയിൽ എല്ലാം തകർന്ന് നെഞ്ചുലഞ്ഞ് വിലപിച്ച് കരഞ്ഞ് ആ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പോകുന്ന ആ വിധവയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ഇനി ആരും തുണയില്ല, ദൈവം മാത്രമേ തുണയുള്ളൂ. നമുക്കറിയാം, ജീവിതത്തിൽ അവലംബം ആകേണ്ട അവസാന പ്രതീക്ഷയും കൈവിട്ടുപോയ ആ സ്ത്രീ ഏക മകൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഒരുക്കം ആയിട്ട് ശവമഞ്ചവും വഹിച്ചുകൊണ്ട് പോകുമ്പോഴാണ് യേശു ആ വഴിയെ കടന്നു വരുന്നത്. അപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഈ ശവമഞ്ചത്തിനോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ യേശുവിനോടൊപ്പവും വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. സുവിശേഷത്തിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് അമ്മ, ആ മരിച്ച മകൻ്റെ അമ്മ, വിധവയായ സ്ത്രീ പിന്നാലെ പോവുകയാണ്. വാസ്തവത്തിൽ വിധവയെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെയൊക്കെ സ്പർശിക്കേണ്ട ഒരു കാര്യം അതാണ്. കരയുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവവും കരയുന്ന അനുഭവമാണ്, മനസ്സലിയുന്ന അനുഭവമാണ്. അതാണ് വാസ്തവത്തിൽ നമ്മളിവിടെ കാണുന്നത്. വേദനിക്കുന്നവരോടുകൂടി വേദനിക്കുന്ന ദൈവം, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുന്ന ദൈവം. ഇവിടെ മനസ്സലിവ് ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, യേശു ഈ വിധവയായ ഈ സ്ത്രീയുടെ
ഈ കരച്ചിൽ കണ്ടപ്പോൾ, ഏകമകൻ്റെ മരണത്തിൽ ദുഃഖിച്ച് കരയുന്ന ഈ സ്ത്രീയെ കണ്ടപ്പോൾ യേശു തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് കാണും. കുറച്ച് നാൾ കഴിയുമ്പോൾ കുരിശിൽ താൻ പിടഞ്ഞു മരിക്കുമ്പോൾ കുരിശിൻ്റെ താഴെ നിന്ന് വിലപിക്കുന്ന വിധവയായ തൻ്റെ അമ്മയെ യേശു ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് യേശു ഉടനെ അവിടെ നിന്ന് ഈ സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ കരയണ്ട, കരയണ്ട, നിനക്ക് ഞാൻ തുണയുണ്ട്. വലിയ ഒരു ശക്തി കിട്ടുന്ന അനുഭവമാണത് യേശുവിൻ്റെ ആ വാക്കുകൾ. നമുക്കറിയാം, യേശു ഇതുപോലൊരു സന്ദർഭത്തിൽ തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെയും 2-3 ദിവസവും കൂടി കഴിഞ്ഞ് യേശു ലാസറിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. മുൻപേ അറിഞ്ഞതാണെങ്കിലും യേശു പോയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആളുകൾ ഈ മരിച്ച ലാസറിനെ പ്രതി സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ അവിടെ വന്നിരുന്നു. അവരും ഈ സഹോദരിമാരും കരയുന്നത് കണ്ടപ്പോൾ യേശു കൂടെ കരയുകയാണ്. അതാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. കരയുന്ന വ്യക്തികളുടെ കൂടെ കരയുന്ന അനുഭവമാണ്, മനസ്സലി ഉണ്ടാവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11:33 നമ്മളിത് വായിക്കുന്നത്. യേശു അവരുടെ കൂടെ കരയുകയാണ്. യേശു മുന്നോട്ട് വന്ന് ഈ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ അടുക്ക വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ശവമഞ്ചത്തിന്മേൽ തൊടുന്നു. ശവമഞ്ചം വഹിച്ചിരുന്നവർ നിന്നു. കാരണം അവർ വിചാരിച്ചു മിക്കവാറും ഈ ശവമഞ്ചം വഹിക്കാൻ ഈ മനുഷ്യൻ ഒരുപക്ഷെ സഹായിക്കാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് പെട്ടിയെ പിടിച്ച് യേശു തൊട്ടപ്പോൾ, ശവമഞ്ചത്തെ തൊട്ടപ്പോൾ അവർ നിൽക്കുകയാണ്. അവർക്ക് വേറൊരു പ്രതീക്ഷയില്ല. വീണ്ടും ഒരു ജീവിതം ഈ മകനുണ്ടാകുമെന്ന് അവരാരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചോ? ഒന്നുമില്ല. യേശു അവിടെ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. എന്നിട്ട് യേശു ആ യുവാവിനോട് പറയുകയാണ്, യുവാവേ എഴുന്നേൽക്കുക, യുവാവേ എഴുന്നേൽക്കുക. രാവിലെ വൈകി എഴുന്നേൽക്കുന്ന മകൻ്റെ അടുക്കൽ അമ്മ പോയി അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ യേശു അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. യുവാവെ എഴുന്നേൽക്കുക. ഉറങ്ങുന്ന ഒരു മകനെ എഴുന്നേൽപ്പിക്കുന്ന അതേ ലാഘവത്തോടു കൂടി യേശു പറയുകയാണ്, എഴുന്നേൽക്കുക. അവൻ എന്ത് ചെയ്തു? അവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. ഉറങ്ങിയ ഒരു വ്യക്തി എഴുന്നേൽക്കുന്ന ലാഘവത്തോടെ അവൻ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ പഴയ മനുഷ്യൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഇതാണ് നമുക്ക് വലിയ ഒരു അനുഭവമായി തീരുകയാണ്. എന്നിട്ടോ യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാകട്ടോ. നമുക്ക് നഷ്ടപ്പെടുന്നതൊക്കെ ദൈവം തിരിച്ചു തരും ഏതെങ്കിലും വിധത്തിൽ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒക്കെ എല്ലാം നഷ്ടപ്പെട്ട ചില പ്രതീതി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ അതേ രീതിയിലാകണമെന്നില്ല. മറ്റൊരു വിധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധം ഏതെങ്കിലും വിധത്തിൽ ദൈവം അത് തിരിച്ചു തരും. ഇപ്പം നമുക്ക് പഴയ നിയമത്തിൽ ജോബിൻ്റെ ജീവിതം തന്നെ കാണാം. എല്ലാം നഷ്ടപ്പെട്ടു. അവന് എല്ലാം നഷ്ടപ്പെട്ട് സർവസമ്പത്തും മക്കളും മൃഗങ്ങളും സർവ്വതും നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ ആണ് നമ്മൾ ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അവസാനം കൊടുക്കുന്ന ഒരു വചനമുണ്ട്. അവന് നഷ്ടപ്പെട്ടതൊക്കെ, അവനുണ്ടായിരുന്ന ഐശ്വര്യം ദൈവം തിരികെ കൊടുത്തു.
ദൈവം തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. നഷ്ടപ്പെട്ടതൊക്കെ കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതത്തെ എന്താ ചെയ്തത്? മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. ചിലപ്പോഴൊക്കെ ചില കുടുംബങ്ങളിൽ അകാലത്തിൽ ചില കുടുംബിനികളുടെ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥൻ അകാലത്തിൽ മരിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇനി എങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആ ഭാര്യ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവം ഒരുപക്ഷെ ആ ഭർത്താവിന് പുതിയ ജീവൻ കൊടുത്ത് വീണ്ടും പുനർജീവനിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് വരില്ലായിരിക്കും. പക്ഷേ ആ കുറവ് ദൈവം പരിഹരിക്കും. മറ്റു വ്യക്തികളിലൂടെ, പല വിധത്തിൽ, ബന്ധുജനങ്ങളിലൂടെ, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ ആയിരിക്കും ദൈവം വലിയ കൃപ വർഷിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരനുഭവം. അപ്പോൾ വിധവയുടെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജനം സ്തംഭിച്ചു പോയി. ഇവിടെ വായിക്കുന്നുണ്ട്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അതാണ് സത്യം. ദൈവം നമ്മെ സന്ദർശിക്കുന്ന അനുഭവമാണ്. അതാണ് ഓരോ അനുഭവങ്ങളിലും ദൈവം നമ്മെ സന്ദർശിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ വേദനയുടെ സന്ദർഭങ്ങളിലും ഇപ്പോൾ ജായിറൂസിൻ്റെ പുത്രിയെ കർത്താവ് ഉയിർപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അമ്മയെ ഏൽപ്പിച്ചിട്ട് പറയാണ് ഇവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അമ്മ പോലും ശ്രദ്ധിക്കാത്ത കാര്യം യേശു ശ്രദ്ധിച്ചു. ദൈവം അങ്ങനെയാണ്, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ദൈവം. അപ്പോൾ കരുണയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം. അതാണ് 5 അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി എന്ന് പറയുന്നുണ്ട്. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമാർ. ആ ഒരു അനുഭവം വന്നപ്പോഴാണ് മനസ്സലിവ് തോന്നി, അനുകമ്പ തോന്നി. അപ്പോൾ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്, അനുകമ്പയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. അപ്പോൾ നമുക്കറിയാം, യേശയ്യായുടെ പുസ്തകം 49 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എമ്മാനുവേൽ, ആ പ്രവാചകനിലൂടെ വെളിപ്പെട്ട എമ്മാനുവേലാണ് യേശു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളും വേദനകളും കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴും നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തോടു കൂടി നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആ ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, അവിടുത്തെ വലിയ കൃപ, അതിന് നന്ദി പറയുന്നു. വചനത്തിലൂടെ നൽകിയ ഉൾക്കാഴ്ചയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, മനസ്സിലുള്ള കരുണയുള്ള ദൈവം എപ്പോഴും കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ, വീഴാതെ, താഴാതെ കൈപിടിച്ച് നടത്തുന്ന അവിടുത്തെ പരിപാലനയുടെ കരം കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാറ്റിൻ്റെയും പിറകിൽ അദൃശ്യനായ അവിടുന്നുണ്ട് എന്ന ബോധ്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കരയുന്നവരോടുകൂടി കരയുന്ന, സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുന്ന ദൈവം, ആ ദൈവമാണല്ലോ ഞങ്ങളോടൊപ്പമുള്ളത് എന്ന ബോധ്യത്തിൽ ഓരോ നിമിഷവും വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കാവൽ മാലാഖമാരുടെ ഓട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഇടവകകളുടെ
മധ്യസ്ഥരായ എല്ലാ വിശുദ്ധാത്മാക്കളോടും ചേർന്ന്, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ, അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ, അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അലിവേറും എൻ കാരുണ്യം അറിഞ്ഞിടേണം നീ, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ, കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ, കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. മറന്നിടാതെൻ വാത്സല്യം നുകർന്നിടേണം നീ, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം,
നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമഹോന്നത ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമഹോന്നത ദൈവമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശുവിൻ്റെ സമാധാനം നമ്മിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാന്മാർ, മെത്രാപ്പൊലീത്തമാർ, വൈദികർ, സമർപ്പിതർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് നമുക്ക് ആ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കണമെന്ന് ഓർപ്പിക്കുന്നു. മരിയൻ കൂടാരങ്ങളിൽ ഇന്നേ ദിവസം പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് ഉയരുമ്പോൾ ആ പ്രാർത്ഥനയോട് ചേർത്ത് ഒരു ജപമാല ചൊല്ലി നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി ഞാൻ ആദ്യം സൂചിപ്പിച്ച എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനു വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. മരിയൻ കൂടാരങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളോട് ചേർന്ന് നമുക്കും ഒരു ജപമാല ചൊല്ലി നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. അതോടൊപ്പം തന്നെ ഗുഡ്നസ് TV-യുടെ വിജയത്തിന് വേണ്ടി, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും സന്തോഷവും ഈ ഒരു ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.